എക്സൈസ് ആകെ പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എക്സൈസ് ഇനി മേലാൽ ഇത്തരത്തിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പിടിക്കാൻ പോകുമ്പോൾ അതാരാണ്, അതിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ കൃത്യമായി അന്വേഷിച്ച് മാത്രമേ എക്സൈസ് കഞ്ചാവ് പിടിക്കാൻ പോകാവൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ നാടൻ കിടേണ്ടി വരും. സത്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും ഓടുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുകയും ചെയ്തു, അവരൊട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കുകയും ചെയ്തു, MLA രംഗത്ത് വരികയും ചെയ്തു, ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ നിയമ നടപടി ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാർത്ത തന്നത് ആരാണ് എന്ന് ചാനലിന് വ്യക്തമാക്കേണ്ടി വരില്ലേ? അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ തീരുമാനമാകില്ലേ? MLA തൊട്ട CPMകാർ വെറുതെ ഇരിക്കുമോ? എല്ലാ CPMകാരും അല്ല, MLAയുടെ വിരോധമുള്ള CPMകാരൊക്കെ ഉണ്ട്, അവരെ മാറ്റി നിർത്താം. പക്ഷെ MLAയോട് സ്നേഹമുള്ള കുറേ സഹാക്കളുണ്ടല്ലോ, അവർ വെറുതെ ഇരിക്കുമോ? അപ്പോൾ ഗഞ്ചാവ് ആവിയായി, ക്യാപ്സ്യൂളുകളില്ല. ഒരെണ്ണം ക്യാപ്സ്യൂളുമായി എവിടെയെങ്കിലും വന്നത് കണ്ടോ? ഒരാൾ ഷാജി വന്നോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ എണ്ണം ക്യാപ്സ്യൂളുമായി ഈ ഏരിയ വെട്ടത്തില്ല. മാത്രമല്ല MLA ഇന്നലെ ഒരു ബൈറ്റും കൊടുത്തു ചാനലുകൾക്ക്. അതായത് ഇപ്പോൾ തൻ്റെ മകൻ കഞ്ചാവുമായി പിടിയിലായിട്ടില്ല എന്നും കൂട്ടുകാർക്കൊപ്പം പോയി സംഘത്തിലിരിക്കുക മാത്രമാണ് ചെയ്തതെന്നും MLA വിശദീകരിച്ചു. അപ്പോഴാണ് സംഭവത്തിൽ ട്വിസ്റ്റ്. MLAയുടെ ഇടപെടൽ ഉണ്ടായതോടെ കേസിലും ട്വിസ്റ്റ്. എങ്ങനെയാണ് ട്വിസ്റ്റ് എന്നുള്ളതല്ലേ മുട്ട് വിറച്ചിരിക്കുകയാണ് എക്സൈസുകാർ. ഒരാകാംക്ഷ പ്രാർത്ഥനയില്ലേ? തീർച്ചയായും. പക്ഷെ ആകാംക്ഷ എനിക്കില്ല. കാരണം എനിക്ക് ഇന്നലെ ഇത് മനസ്സിലായിരുന്നു, ഈ ട്വിസ്റ്റ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഒരു സാധാരണക്കാരൻ്റെ ചില സമയങ്ങളിൽ സഹാക്കന്മാരെ വിഷയം വരുമ്പോൾ നമ്മൾ ജ്യോത്സ്യന്മാരാകും. കാരണം തുടർന്ന് വരുന്ന രീതി അങ്ങനെയാണല്ലോ, ഇവിടെയും അതൊക്കെ തന്നെ സംഭവിക്കുക. ഇതൊരു സാധാരണക്കാരൻ്റെ മകനായിരുന്നുവെങ്കിൽ ജാമ്യം എടുക്കാൻ 2 ആൾ ജാമ്യം വേണം. കഞ്ചാവ് കേസിലൊക്കെ വെറുതെ വിടുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ, റിമാൻഡിലൊക്കെ വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലഹരി ഉപയോഗമൊക്കെ പിന്നെ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ അതിൽ സാധാരണക്കാരാണ് എങ്കിൽ എന്തൊക്കെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ MLAയുടെ മകനാണ്. രാഖി രാമാനന്ദ് തന്നെ MLA മാധ്യമങ്ങളുടെ മുന്നിലെത്തി എൻ്റെ മകൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് MLA രംഗത്തെത്തി, മകൻ രംഗത്തെത്തി. അപ്പോൾ ലഹരിയൊക്കെ ആവിയായി എങ്ങോട്ടോ CPM പറത്തിവിട്ടു. മകനെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ പരസ്യമായി തന്നെ പ്രതിഭ MLA രംഗത്ത് വരികയായിരുന്നു. മകന്റെ പേരിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയ്ക്കെതിരെ MLA രംഗത്ത് വന്നതോടെ കേസിൽ നിന്നും എക്സൈസ് വകുപ്പ് പിന്മാറുകയാണ്. മാത്രമല്ല കേസും ഒഴിവാക്കി. ആര് പിടിച്ചു, ആരെ പിടിച്ചു? തകഴി പാലത്തിന്റെ ഭാഗത്തോട്ടേ ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഇന്നലെ ഞങ്ങൾ എല്ലാവരും ലീവായിരുന്നു. എക്സൈസ് ഓഫീസ് ഇന്നലെ അടച്ചിട്ടേക്കുമായിരുന്നു. ഞായറാഴ്ച കൂടിയല്ലേ? ഇന്നലെ ഞായറാഴ്ചയും കൂടിയാ. അപ്പോൾ പിന്നെ മകനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായി പിടികൂടിയെന്ന വാർത്ത തെറ്റും വ്യാജവുമാണ്. ഇവർ വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പ്രതിഭ MLA പറയുന്നത്. മകനും സുഹൃത്തുക്കളും വട്ടം കൂടി ഇരിക്കുന്നിടത്ത് എക്സൈസ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത്. ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന പൊതുപ്രവർത്തക കൂടിയാണ് ഞാൻ. ഇല്ലാത്ത വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുന്നതിൽ ഞാൻ കർശനമായി എല്ലാ മാധ്യമങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്നു. തൻ്റെ മകൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ കാര്യം അവരുടെ മാതാപിതാക്കളോട് ചോദിക്കണം. ന്യായം. നാട്ടിൻ പുറത്ത് നടന്ന സാധാരണ സംഭവമാണ്. മകൻ അടങ്ങുന്ന സംഘം എക്സൈസിന്റെ പിടിയിലായോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് നൽകിയതെന്നാണ് MLAയുടെ മറുപടി. തകഴിയിൽ നിന്നാണ് കനിവിനെ ഉൾപ്പെടെ 9 യുവാക്കളെ കുട്ടനാട് എക്സൈസ് പിടികൂടിയത്. ആളൊഴിഞ്ഞ ഭാഗത്ത് തകഴി പാലത്തിനിടയിൽ നിന്നാണ് കനിവും സംഘവും എക്സൈസിന്റെ പിടിയിലായത്. സംഘം മദ്യപിക്കുമ്പോഴാണ് എക്സൈസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് MLAയുടെ മകൻ അടങ്ങുന്ന സംഘത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് മഫ്തിയിലെത്തിയത്. എക്സൈസ് നടപടിയിൽ സാധാരണക്കാരനായിരുന്നു പിടിയിലായതെങ്കിൽ ജാമ്യം പോലും ലഭിക്കില്ലായിരുന്നു. ഈ കേസിൽ കനിവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മാത്രമല്ല കേസെടുക്കാനും സാധ്യത കുറവാണ്.
MLA പിന്തുണച്ചും വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെയും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള ഇടത് കേന്ദ്രങ്ങൾ രംഗത്ത് വരികയായിരുന്നു. ഇതിനാൽ തന്നെ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ MLAക്കുണ്ട് എന്നും ഈ കാര്യത്തിൽ എക്സൈസിന് അധികം മുന്നോട്ട് പോകാനാകില്ല എന്നും മനസ്സിലാക്കുന്നു. ദേശാഭിമാനി ഇടപെട്ട സ്ഥിതിക്ക് ഇനി എക്സൈസിന്റെ രക്ഷയില്ല. അല്ല ധന്യ, ഇതിൽ പ്രതിഭ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രതിഭ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ചാൽ പ്രതിഭ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൻ്റെ മകനെ, അതായത് കനുവിനെ ഈ പറയുന്ന ലഹരി വസ്തുവുമായി പിടിച്ചിട്ടില്ല എന്നാണ് പ്രതിഭ പറഞ്ഞത്. അത് ശരിയല്ലേ? ഈ കനുവിന്റെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും പിടിച്ചിട്ടില്ല എന്നത് സത്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സംഘത്തോടൊപ്പം ഇരിക്കുകയായിരുന്ന കനുവിനെ ആ സംഘത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു സംഗതി പിടിച്ചു എന്നതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രതിയാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതും ശരിയാണ്. മൂന്നാമത്തത്, ഒരു തകഴി പാലത്തിൻ്റെ അടിയിൽ മാത്രം ഒരു കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനപരമായി ഇരിക്കാൻ വേണ്ടി പോയ കുറച്ച് ചെറുപ്പക്കാരെ ആ രീതിയിൽ വന്ന എക്സൈസ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ 8 സുഹൃത്തുക്കളും കൂടെ ഒരുമിച്ച് അവർ ചങ്ങാതിമാരാണ്, അവരൊരു സംസാരിക്കുകയായിരുന്നു. ഇതിൽ 9ാമത്തെ പയ്യന്റെ കയ്യിൽ ഇത്തരത്തിലൊരു സംഗതി ഉണ്ടായിരുന്നു എന്നുള്ളത് 8ാമത്തെ ആളുകളും അറിഞ്ഞിരുന്നില്ല, 8 സുഹൃത്തുക്കളും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ 9ാമത്തെ ഒരുത്തന്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഈ 8 പേരും പ്രതികളാവുന്ന അവസ്ഥയിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടിയും പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് പോയി. അതാണ് സ്വാഭാവികമായി സംഭവിച്ചത്. അതിൽ എക്സൈസ് ഒരു ക്ലിയറൻസ് വരുത്തി, പിന്നെ എവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ക്ലിയറൻസ് വരുത്തി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അന്ന് സത്യാവസ്ഥ മനസ്സിലാക്കിയ എക്സൈസ് ഈ പറയുന്ന തകഴി പാലത്തിൻ്റെ അടിയിൽ കൂട്ടമായി ഇരുന്നത് സമാധാനത്തിന് വേണ്ടിയാണെന്നും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി പിടിച്ചിട്ടില്ല എന്നുള്ളതും ഈ സംഘത്തിൽ പെട്ടു എന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി മാത്രമാണെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ ഈ കുട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലായാലും ഒഴിവാക്കണ്ടേ? അങ്ങനെ ഒഴിവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഈ 100 ഗ്രാമിൽ കൂടുതൽ ചില വസ്തുക്കൾ പിടിച്ചാൽ മാത്രമാണ് താഴെയാണ്, അതായത് 100 ഗ്രാമിൽ താഴെയാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് പിഴയടച്ച് ഒഴിവാകാം. അതിൽ കൂടുതലാണെങ്കിൽ ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരും. ഇത് അത്തരത്തിലുള്ള സംഗതികളായതുകൊണ്ട് സിമ്പിളായി കോടതിയിൽ പിഴയടച്ച് ഒഴിവാകുന്ന കേസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഈ പറയുന്ന പ്രതിഭ MLAയുടെ പേര് മാത്രം പുറത്തു വന്നതിൻ്റെ പിന്നിലെ ചില അജണ്ടകളും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്തായാലും ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധ്യവും ഉണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുക. ക്യാപ്സ്യൂളാണെന്ന് മനസ്സിലാവത്തേ ഇല്ല.